വെളിച്ചത്തിൽ ഇന്നു മുതൽ തിരുവനന്തപുരത്ത് കാഴ്ചയുടെ വിസ്മയങ്ങളുമായി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ 30ാമത് എഡിഷന് തിരിതെളിയും. 82 രാജ്യങ്ങളിൽ നിന്ന് 23 വിഭാഗങ്ങളിലായി 206 ചിത്രങ്ങളാണ് ഈ രാജ്യാന്തര ചലച്ചിത്രമേളയിലുള്ളത്. മേളയിൽ ഉദ്ഘാടന ചിത്രമായ പാലസ്തീൻ 36 വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. പാലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെയും ചരിത്രത്തിന്റെയും അടയാളപ്പെടുത്തലുകളാണ് ആൻ മേരി ജാസിൻ സംവിധാനം ചെയ്ത പാലസ്തീൻ 36 എന്ന ചിത്രം. Is it the right of the English to distribute the land as they like? Land registration will protect you. بيجهزوا الأرض لكومبانية جديدة جنب الأراضي بالضبط. We are asking for your help in protecting our villages. I ask you all to have faith. We can create a united and peaceful Holy Land. يا اخوان البلاد عمالها بتضيع من بين ايديهم، ما هو يا بنوقف وقفة رجال يا بنوقف نتفرج. يا خبيز يا رصاص. عاشت الثورة! We are looking for armed bandits who've been disturbing the settlers. This is my little brother. He hasn't done anything. I advise that the best solution to terrorism is to build a wall. I cannot, in good conscience, sit here and become complicit in this. What about your so-called freedom of expression? That is nothing compared to what's coming. You're at the crossroads of a major moment in time. Perhaps you should consider which side of history you want to be on. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് സെൽ ഉദ്ഘാടനവും ഡെലിഗേറ്റ് കിറ്റുകളുടെ വിതരണവും ഉദ്ഘാടനവും ടാഗോർ തിയേറ്ററിൽ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ നിർവഹിച്ചു. ഡോക്ടർ ദിവ്യ എസ് അയ്യരിൽ നിന്നും നടി ലിജോ മോൾ ജോസ് ആദ്യ ഡെലിഗേറ്റ് കിറ്റ് ഏറ്റുവാങ്ങി. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആണ് ഞാനിവിടെ നിൽക്കുന്നത്. ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്ന കാലത്ത് ഒരു സിനിമയോടുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ സിനിമയോടുള്ള സ്നേഹം, സിനിമയോടുള്ള ആവേശം കൊണ്ട് സിനിമ കാണുകയും പിന്നെ എൻ്റെ സിനിമകൾ IFFKയിൽ വന്ന് അത് കണ്ടും ഒക്കെ ഇപ്പോൾ 30ാമത് IFFKയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് I am very proud and I am very happy and I am very thankful for that. അതോടൊപ്പം തന്നെ 30ാമതിൻ്റെ ഒരു അഭിമാനമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ മുഖങ്ങളും എനിക്കറിയാവുന്ന, അതുതന്നെ എനിക്ക് ഓരോരുത്തരും ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ കണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഖങ്ങൾ എൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്തും. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ചിന്ത ഈ ഉത്സവം തന്നെയാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടാവും, ഏതൊക്കെയാണ് ഐറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെ വിഭാഗങ്ങൾ ഉണ്ടാവും, എല്ലാം വളരെ ക്ലിയറാണ് കാണാൻ വന്നിരിക്കുന്നത്. മീറ്റ് ദ പ്രസ് ആയാലും ഓപ്പൺ ഫോറം ആയാലും 15 തിയേറ്റേഴ്സ് ആയാലും 206 സിനിമയുണ്ടെന്നും ഒക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വന്നവരാണ് ഈ തീർത്ഥാടനത്തിൽ. ഈ 30ാമത്തെ വർഷവും അതേ പ്രതീക്ഷ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാം. കഴിഞ്ഞ വർഷം നടന്നത് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ. കഴിഞ്ഞ 3 വർഷം ഉണ്ടായിരുന്നു. അതിലും ഭംഗിയായിട്ട് ഇത് നമുക്ക് നടത്തണം. ഇത് ചലച്ചിത്ര അക്കാദമി, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒറ്റയ്ക്കല്ല നടത്തുന്നതെന്നുള്ള നല്ല ബോധ്യമുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇതിന് പൂർണ്ണ നമ്മളോടുള്ള എല്ലാ തരത്തിലും ചേർന്ന് നിന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ 206 സിനിമയുണ്ട് എന്ന് പറഞ്ഞു. വിയറ്റ്നാമാണ് ഇത്തവണത്തെ ഫോക്കസ്. എല്ലാ അർത്ഥത്തിലും ഇതൊരു അനുഭവം തന്നെയായിരിക്കും. ചെറിയ സമയത്തിനുള്ളിലാണ് ചലച്ചിത്ര അക്കാദമി ഞാൻ ചാർജ് എടുത്തിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. ചെയർമാൻ ഉണ്ട്. ചെയർമാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഓരോ മിനിറ്റുകളും അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ആൻഡ് ഈസ് എൻ എക്സ്ട്രാordinary filmmaker, film specialist in the sound, and he is with us in every step. ഞാനത് അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ കൂടെയുണ്ട്. സോ ഈ ഡെലിഗേറ്റ് സെൽ ഉദ്ഘാടനമാണല്ലോ നമ്മുടെ തുടക്കം എപ്പോഴും. ആൻഡ് ഇറ്റ്സ് എ പ്രൗഡ് മൂമെന്റ്, ഇറ്റ്സ് എ ഹാപ്പി മൂമെന്റ്. ആൻഡ് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. എല്ലാവരെയും അടുത്ത 8 ദിവസത്തെ ആഘോഷത്തിന് തമ്മിൽ കാണാം, കൈകോർക്കാം, ചിരിക്കാം, സിനിമ സംസാരിക്കാം, സിനിമയെ ചേർത്ത് നിർത്താം.
കേരളത്തിലെ മലയാളത്തിലെ സിനിമകളെ വളർത്താം. മലയാള സിനിമ ഇപ്പോൾ എത്തിയിരിക്കുന്നതിലും ഉയരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും, അത് കഴിയണം. അതിനാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ. സോ അത് മാത്രമല്ല, ഇന്ന് ഡെലിഗേറ്റ് കിറ്റിന്റെ വിതരണം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഡോക്ടർ ദിവ്യ എസ് അയ്യർ, താങ്ക് യു. ആൻഡ് നദി ലിജോ, മൈ കൊളീഗ്, ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ്, താങ്ക് യു. സോ ഇങ്ങനൊരു സംഭവം നടത്തുന്നത് വെരി ഗുഡ്, താങ്ക് യു. ആൻഡ് ഐ വിഷ് എവ്രിബഡി an extraordinary അനുഭവമായി മാറട്ടെ. ഈ സിനിമകൾ നമ്മളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കട്ടെ. 19-ാം തീയതി നല്ല സിനിമകൾ അവാർഡുകൾ നേടട്ടെ. ലോകം കേരളത്തിലേക്ക് വിരുന്ന് വരികയാണ് വീണ്ടും. എല്ലാ വർഷവും ഡിസംബർ മാസമാകുമ്പോൾ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്ന നമ്മുടെ സ്വന്തം IFFK ഇക്കുറിയും തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹൃദയമിടിപ്പാണ് IFFK എന്നുള്ളത്. ഒരല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് തിരുവനന്തപുരത്തുകാരുടെ മാത്രം സ്വന്തം അഹങ്കാരമല്ല, കേരളത്തിൻ്റെ അഹങ്കാരമാണ്. അതും കഴിഞ്ഞ് അല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ അഭിമാനമാണ് IFFK എന്നുള്ളത്. കാരണം ഇവിടെ എത്തിച്ചേരുന്ന ഓരോ സിനിമ ആസ്വാദകയും ആ ഒരു വികാരം തന്നെയാണ് ഏറ്റുപറയുന്നതും. ഓരോ വർഷവും അവർ ആവർത്തിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത് നമ്മുടെ സിനിമ അത്രമാത്രം ലോകത്തിൻ്റെ വികാരങ്ങളെ ഒപ്പിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കേരളം എന്നുള്ളത് സംസ്കാരങ്ങളുടെ ഒരു സങ്കലനമാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഒരു ആധുനിക മുഖമാണ് IFFK എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. കാരണം ലോക സിനിമ കേരളം കാണാനായി എത്തുകയാണ് IFFKയിലൂടെ. മലയാളികൾ അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള സിനിമ ആസ്വാദകർ ജീവിതത്തിൻ്റെ ഓരോ നിഴലും വെളിച്ചവും സിനിമയിലൂടെ ഒപ്പിയെടുക്കുവാൻ ഈ IFFKയിലൂടെ ആഗ്രഹിക്കുന്നു, അതിനായി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. എത്ര നല്ല സിനിമ നമ്മൾ ഉണ്ടാക്കിയാലും അത് കാഴ്ചക്കാരുടെ മധ്യത്തിലേക്ക് ആവേശപൂർവ്വം എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ സാർത്ഥകമാവില്ല. ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് ഏറ്റുവാങ്ങാൻ, ആദ്യത്തെ ഡെലിഗേറ്റ് പാസ് ഏറ്റുവാങ്ങാൻ എന്നെ ക്ഷണിച്ച കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിക്കും അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും, അണിയറ പ്രവർത്തകർക്കും ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ 30ാമത് IFFK തീർച്ചയായും ഒരു വലിയ വിജയമായി തീരട്ടെ. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സിനിമകൾ കാണാനും അറിയാനും സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളുടെ ഭാഗമാകാനും അതിൻ്റെ അണിയറ പ്രവർത്തകരെയൊക്കെ പരിചയപ്പെടാനും പിന്നെ നമ്മളെപ്പോലെ തന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടാനും ഒക്കെയുള്ള അവസരമാകട്ടെ. ചലച്ചിത്രമേളയുടെ മീഡിയ സെൽ ടാഗോർ തിയേറ്ററിൽ മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മീഡിയ അക്കാദമി ചെയർപേഴ്സൺ RS ബാബു അധ്യക്ഷനായിരുന്നു. മധുപാൽ, PRD ഡയറക്ടർ TV സുഭാഷ് IAS, കുക്കു പരമേശ്വർ, ബേബി മാത്യു സോമനിരം, നടി സരയു, C. അജോയ്, പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ സെക്രട്ടറി അനുപമ G. നായർ എന്നിവർ സംസാരിച്ചു. 1994 കോഴിക്കോട് നഗരത്തിൽ നിന്ന് കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വേദിയൊന്നിയ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ കരുത്തിൽ ഉദയം ചെയ്ത IFFK ഇന്ന് ലോകത്തിലെ ഫെസ്റ്റിവൽ സർക്യൂട്ടിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മേളകളിലൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് സിനിമയുടെ 100ാം വർഷം ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആർക്കൈവ് വാൾട്ടുകളിൽ നിന്ന പഴയ മൂല്യവത്തായ ചലച്ചിത്രങ്ങൾ, ആർക്കൈവിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ ഒരു മേള ഇന്ന് ലോകത്തെമ്പാടും നിന്നുള്ള ലോകത്തിലെ പ്രമുഖങ്ങളായ മേളകളിൽ ശ്രദ്ധേയമായ വിജയം നേടിയ, പുരസ്കാരങ്ങൾ നേടിയ, പ്രേക്ഷക പ്രീതി നേടിയ ഏതൊരു ചലച്ചിത്രവും
ഇന്ന് നമുക്ക് തിരുവനന്തപുരത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കാണാൻ കഴിയും. കേരളത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം IFFK. ഇതിൻ്റെ 30ാം പതിപ്പിനാണ് തുടക്കമാകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഫെസ്റ്റിവലിൻ്റെ ഹൃദയകണ്ണിയായ മീഡിയ സെൻറ്റർ ഇന്നിവിടെ തുറന്നിരിക്കുന്നത്. 30 വർഷത്തെ IFFKയുടെ യാത്ര മലയാള സിനിമയുടെ വളർച്ചയ്ക്കും മാറ്റത്തിനും സുപ്രധാനമായ പങ്കാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 30 വർഷം എന്നത് കേവലം ഒരു കാലയളവല്ല. ഇത് മലയാളികളുടെ സിനിമാ സംസ്കാരത്തെ പുതുക്കിപ്പണിത ഒരു കാലമാണ്. ഇതിലൂടെ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാലയളവിൽ ലോക സിനിമയുടെ മികച്ച കാഴ്ചകൾ ഇവിടേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. ഇന്നൊരു ഡിജിറ്റൽ കാലമാണ്. ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്. ഈ കാലത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എങ്ങനെ പുതിയ തലത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടണമെന്നത് ആലോചിക്കേണ്ട ഒരു ഘട്ടമാണ്. ഇത്തരം വിഷയങ്ങളിലുള്ള ചിന്തയും ചലച്ചിത്ര പ്രവർത്തകർ പങ്കെടുക്കുന്ന സംവാദവും വാർത്താ സമ്മേളനവുമെല്ലാം പ്രധാനമാണ്. ഇതിന് ഉത്തേജനമേകുന്ന വേദിയാണ് മീഡിയ സെൽ. ഈ ഫെസ്റ്റിവലിൻ്റെ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് മലയാള ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ അവാർഡ് നേടിയ ആദരണീയനായ ശ്രീ M കൃഷ്ണൻ നായരുടെ മകനാണ്. അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 100-ലധികം സിനിമകൾ സംവിധാനം ചെയ്ത മഹാപ്രതിഭയാണ് ശ്രീ M കൃഷ്ണൻ നായർ. അങ്ങനെ അച്ഛൻ്റെ യശസ് ഒരു ഭാഗത്ത് തിളങ്ങുമ്പോൾ തന്നെ ചലച്ചിത്ര ഗാനരചന, കവിത, ഭരണനിർവഹണം തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും നക്ഷത്ര ശോഭയ്ക്കുടമയാണ് മകൻ. അങ്ങനെയുള്ള ദേവകുമാർ സാർ ഈ മീഡിയ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതിൽ നമുക്കെല്ലാം അതിയായ സന്തോഷമുണ്ട്. മലയാള ചലച്ചിത്രത്തിലും ഇന്ത്യൻ ചലച്ചിത്രത്തിലും നവയൗവനം പുതുചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഘട്ടമാണ്. പക്ഷേ നവയൗവനം തരംഗം സൃഷ്ടിക്കുമ്പോഴും മുതിർന്ന തലമുറയുടെ പ്രാധാന്യവും സംഭാവനയും അപ്രസക്തമാകുന്നില്ല. ഇത് ചലച്ചിത്ര ഗാനശാഖയുടെ കാര്യത്തിലും പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജയകുമാർ സാറിൻ്റെ പേരെല്ലാം നമുക്കിപ്പോഴും വളരെ മധുരത്തോടു കൂടിയിട്ട് മാത്രമേ നുണയാൻ കഴിയുകയുള്ളൂ. കേരളത്തിൻ്റെ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. വർത്തമാനകാല ലോകത്തെ അനീതികൾക്കെതിരെ പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ആശയപ്രകാശനത്തിൻ്റെയും ഇടമാണ് കേരളത്തിൻ്റെ ഈ ഫെസ്റ്റിവൽ. സാമ്രാജ്യത്വ വിരോധം, സമത്വ ചിന്ത, മതനിരപേക്ഷത തുടങ്ങിയവയൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കാറുണ്ട്. മറ്റ് ഫെസ്റ്റിവലുകൾക്ക് ഈ സ്വഭാവം നഷ്ടപ്പെടുകയോ ഈ സ്വഭാവം ഇല്ലാതാകുകയോ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് കേരളത്തിൻ്റെ ഫെസ്റ്റിവൽ വ്യത്യസ്തപ്പെട്ട് ഇരിക്കുന്നത്.